ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പികളുടെയും നല്ല ടേസ്റ്റ് കൂട്ടാനും അതുപോലെ തന്നെ നല്ല ഫ്ലേവറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒറിഗാനോ ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള തുളസിയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ തുളസി നമ്മളെല്ലാവരുടെയും വീട്ടിൽ എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തുളസി നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 വട്ടം വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ അഴുക്കും പോയി കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നന്നായി ഒന്ന് ഉണക്കണം. അപ്പോൾ ഉണക്കാൻ വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നൂല് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്, കാരണം അത് കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചെടുത്താൽ മതി. പക്ഷെ നമ്മൾ കുറച്ചധികം എടുത്താലാണ് നമുക്ക് പൊടിഞ്ഞ് വരുമ്പോൾ കുറച്ച് അധികം പൊടി കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ല, ഉണങ്ങി വന്നപ്പോൾ അത് അത്രേ ഉള്ളൂ. ഞാനൊരു പ്ലേറ്റിൽ വെച്ച് ഉണക്കുന്നുണ്ട്. ഈ ഒരു രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണക്കിയാൽ മതി. ഇപ്പോൾ ഇത് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ആവശ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് മിക്സി വെച്ച് പൊടിക്കുന്നതും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും നന്നായി പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കറിയാം ഒറിഗാനോ ഭയങ്കര ഫൈനായിട്ടൊന്നും പൊടിഞ്ഞു വന്നിട്ടുണ്ടാകില്ല. ജസ്റ്റ് കൈ വെച്ച് പൊടിക്കുന്നത് തന്നെ ഒറിഗാനോ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫൈനായിട്ട് പൊടിക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ പൊടിക്കാമെങ്കിൽ നോക്കി ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. ശരിക്കും ഒറിഗാനോ പോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി ഞങ്ങൾക്ക് മിക്സി വെച്ച് പൊടിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ മിക്സി വെച്ച് പൊടിക്കുമ്പോൾ ജസ്റ്റ് ഒരൊറ്റ പ്രസ്സിലൂടെ റെഡിയാകും. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ എടുക്കുമ്പോഴേക്കും അതിലുള്ള കുറച്ച് വലിയ പാർട്സൊക്കെ നമ്മൾ കയ്യിൽ ഇങ്ങനെ ആക്കുമ്പോൾ കണ്ട ഈ ഒരു രീതിയിലാക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ കിട്ടും. ഞാനിവിടെ പൊടിച്ചിട്ടുകൊണ്ട് ഞാനിത് അരിച്ചതാണ്. അപ്പോൾ അരിച്ചപ്പോൾ നോക്കി ഇതുപോലെ കുറച്ച് വേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ അതിലും യൂസ് ചെയ്യും. അപ്പോൾ ഇതിലൊന്നും വേസ്റ്റായി വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ പൊടിച്ചപ്പോൾ നമുക്ക് ഇത്ര അധികം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര അധികം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് സിമ്പിളാണ്, വേറൊന്നും ആവശ്യമില്ല. ജസ്റ്റ് തുളസി എടുക്കുക, ഉണക്കുക, പൊടിക്കുക, അത്രയുള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുള്ളൊക്കെ ആകുന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.